ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ബാലറ്റ് പേപ്പറുകളും വോട്ടെണ്ണൽ ദൃശ്യങ്ങളും ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നടത്തി കഴിഞ്ഞു. ഇവയൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുക. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അച്യുതൻ, ഡൽഹിയുടെ അവസ്ഥ എങ്ങനെയാണ്? കാലാവസ്ഥ, അതിൻ്റെ വിവരങ്ങൾ ആദ്യം പറഞ്ഞിട്ട് താങ്കൾ വാർത്തയിലേക്ക് നേരിട്ട് കടന്നു ചെല്ലുക. ഗുഡ് മോർണിംഗ് എസ് കെ. കാലാവസ്ഥ മാറി തുടങ്ങി. അതിശൈത്യത്തിൽ നിന്നെല്ലാം ഇനി ചൂട് കാലത്തിലേക്കുള്ള ഒരു യാത്രയാണ് കാലാവസ്ഥ മൊത്തത്തിൽ. ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു. കാരണം ഇന്നലെയൊക്കെ നല്ല വായു മലിനീകരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ആശ്വാസമായിട്ട് ഇന്ന് രാവിലെ ഒരു പ്രഭാതം എന്ന് പറയുന്നൊരു മഴയോടുകൂടിയുള്ള ഡൽഹിയിലെ തുടക്കമാണ്. ഇന്ന് എന്തായാലും മഴയുണ്ടായിരുന്നു. ഒരു മൂടിയ അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു അതിശൈത്യത്തിൽ നിന്ന് ഇപ്പോൾ ഇനി ചൂടിലേക്കാണ്, ഇനി ഉഷ്ണകാലത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇനി വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി അത് വീണ്ടും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഈ കഴിഞ്ഞ 2 തവണ ഹർജി പരിഗണിച്ചപ്പോഴും അതിരൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഗുരുതര വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളത് സുപ്രീം കോടതിയും നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പറുകളും ഒപ്പം അന്നത്തെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കാൻ കൂടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതൊന്ന് ഉച്ചയോടുകൂടി തന്നെ 2 മണിയോടുകൂടി അത് ഹാജരാക്കും. നിലവിൽ അത് ഹൈക്കോടതിയിലാണ് ബാലറ്റ് പേപ്പറുകളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും ഉള്ളത്. ഈ ദൃശ്യങ്ങൾ അന്ന് വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതിൽ വരണാധികാരി അത്തരം ക്രമക്കേടുകൾ നടത്തുന്നതിൻ്റെ സൂചനകൾ കൂടി ആ ദൃശ്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് ഇനി ഈ ഹർജിയിലുള്ള ഇടപെടൽ ഉണ്ടാവുക. നേരത്തെ ഈ 2 തവണ പരിഗണിക്കുമ്പോഴും ഇന്നലെ ഹർജി പരിഗണിക്കുമ്പോൾ വരണാധികാരിക്കെതിരെ രൂക്ഷ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹം ഇത്തരം സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും സുപ്രീം കോടതി പറഞ്ഞത് പ്രോസിക്യൂഷൻ നടപടികളടക്കം നേരിടേണ്ടി വരും എന്നുള്ള താക്കീതായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാലറ്റ് പേപ്പറുകളിൽ അടയാളം ഉൾപ്പെടെ രേഖപ്പെടുത്തിയതെന്നും സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അതെല്ലാം ആ വാദങ്ങളെല്ലാം പിടിമുറുക്കിക്കൊണ്ട് ഇന്ന് ആ ബാലറ്റ് പേപ്പറുകൾ പരിശോധിച്ചു കൊണ്ടായിരിക്കും നടപടികൾ ഉണ്ടാവുക. ഈ സുപ്രീം കോടതിയുടെ വിമർശനങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ വിമർശനങ്ങളും നേരിട്ടൊരു വിഷയമാണ്. പക്ഷേ ഇനിയൊരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ അല്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് സാധ്യതകൾ കൂടി സുപ്രീം കോടതി അതിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഷ്ട്രീയ സാഹചര്യം എന്തായാലും മാറി നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം നേരത്തെ ഇന്ത്യ മുന്നണിക്ക് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നെങ്കിലും നിലവിലിപ്പോൾ ആം ആദ്മിയുടെ 3 MLA ഈ ഹർജി ഇന്നലെ പരിഗണിക്കുന്ന സമയത്ത്, അതായത് ഈ കഴിഞ്ഞ ദിവസം 3 MLA BJPയിലേക്ക് മാറിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാഹചര്യം ഇപ്പോൾ BJPക്ക് അനുകൂലമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നാൽ അല്ലാത്ത പക്ഷം എന്തായാലും കോടതി മറ്റു കാര്യങ്ങളെല്ലാം ഇന്ന് പരിശോധിക്കും. ഈ ബാലറ്റ് പേപ്പറുകളും ദൃശ്യങ്ങളും പരിശോധിച്ചു കൊണ്ടുള്ള ഒരു ഇടപെടൽ അതുണ്ടാകും. ഇന്നലെ ഹർജി 2 മണിക്ക് ശേഷം ഈ ബാലറ്റ് പേപ്പറുകളും ദൃശ്യങ്ങളും എത്തിച്ചതിന് ശേഷമായിരിക്കും ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്തായാലും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ.